വെൽക്കം ടു CG ടോക്സ്. 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററീൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന പാഠഭാഗമാണ് നോക്കുന്നത്. അതിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന കൃതിയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആദിമ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ് ഈ കത്തിൽ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. മനുഷ്യരും മറ്റു ജീവികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മനുഷ്യരുടെ ബുദ്ധിശക്തിയാണെന്ന് കഴിഞ്ഞ കത്തിൽ കണ്ടുവല്ലോ. ബുദ്ധിശക്തി ഇല്ലായിരുന്നുവെങ്കിൽ വലിയ കാട്ടുജന്തുക്കൾ മനുഷ്യരെ നശിപ്പിച്ചു കളയുമായിരുന്നു. ആദിമ മനുഷ്യർക്ക് തൻ്റെ ശത്രുക്കളോട് പൊരുതാൻ പ്രത്യേകം ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. അവയുടെ നേരെ കല്ലെറിയാൻ മാത്രമേ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ. പിന്നെ അവർ കല്ലുകൊണ്ട് മഴു, കുന്തം എന്നിവ പോലുള്ള ഉപകരണങ്ങളും കൽസൂചികളും ഉണ്ടാക്കാൻ പഠിച്ചു. ഇത്തരത്തിലുള്ള അനേകം ശിലായുധങ്ങൾ സൗത്ത് കെൻസിംഗ്ടൺ, ലണ്ടൻ കാഴ്ച ബംഗ്ലാവിലും ജനീവയിലെ കാഴ്ച ബംഗ്ലാവിലും കാണുകയുണ്ടായല്ലോ. അപ്പോൾ ഇതാണ് ജവഹർലാൽ നെഹ്റു ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയിൽ നിന്നുള്ള ഭാഗമാണ് എടുത്തത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ആദിമ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. കാട്ടുജന്തുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് മനുഷ്യർ ഏതൊക്കെ തരം ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് ജവഹർലാൽ നെഹ്റു ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലൊന്ന് കൊടുത്തിട്ടുണ്ട് കല്ല് കൊണ്ടുള്ള മഴു. നമുക്ക് ആ കത്ത് വായിച്ചാൽ തന്നെ മനസ്സിലാവും. പിന്നീട് കുന്തമുണ്ട്, കൽ സൂചികളുണ്ട്. കല്ല് കൊണ്ടുള്ള മഴു, കുന്തം, കൽ സൂചി. ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ അക്കാലത്തെ മനുഷ്യർ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിച്ചിരിക്കുക എന്നാണ്. അതിൽ മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, വേട്ടയാടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് വേണമെങ്കിൽ നമുക്ക് മൃഗങ്ങളുടെയൊക്കെ തോലുകൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ചെടികളുടെയും മരങ്ങളൊക്കെ മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ടാകും. പിന്നീട് ഈ ഉപകരണങ്ങൾ, ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഉപകരണങ്ങളെല്ലാം ശിലകൾ കൊണ്ടുള്ളവയാണ് നിർമ്മിച്ചത്. ശിലകൾ എന്ന് പറഞ്ഞാൽ കല്ലുകൾ കൊണ്ടുള്ളത്. പിൽക്കാലത്ത് ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങളാണ് ഉപയോഗിച്ചത്. മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ മാനവ ചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. ശിലായുഗം, അതേപോലെ ലോഹയുഗം, ഇതാണ് മെയിനായിട്ട് കാലഘട്ടമായിട്ട് തിരിച്ചിരിക്കുന്നത്. അതിൽ ശിലായുഗം എന്ന് പറയുന്നത് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. പിന്നെ രണ്ടാമെന്ന് പറയുന്നത് ലോഹയുഗമാണ്. അത് വെങ്കലയുഗം, ഇരുമ്പ് യുഗം. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് ശിലായുഗം എന്താണ്, സ്റ്റോൺ ഏജ് എന്നാണ് പറഞ്ഞത്. അന്നത്തെ കാലത്ത് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായിട്ട് നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ചരിത്രകാരന്മാർ ആദ്യഘട്ടത്തെ ശിലായുഗം എന്ന പേരിലാണ് വിശേഷിപ്പിച്ചത്. കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ശിലായുഗത്തെ പ്രാചീന യുഗം, ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നത്. അപ്പോൾ ശിലായുഗം എന്ന പേര് വരുന്നത് എന്താണ്, അന്നത്തെ കാലത്ത് ആ മനുഷ്യരുടെ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് കല്ലുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ ആദ്യഘട്ടത്തെ ശിലായുഗം എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. പിന്നീട് ഈ കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കിയിട്ട് ശിലായുഗത്തെ 3 വിഭാഗമായിട്ട് തിരിച്ചു. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. അപ്പം ഇനി അടുത്ത് നമ്മൾ പ്രാചീന ശിലായുഗത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോളിത്തിക് ഏജ് എന്ന് പറയുന്നത് പരുക്കൻ ശിലാ ഉപകരണങ്ങളാണ് പ്രാചീന ശിലാ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. അതാണ് പ്രധാനമായിട്ടും പ്രാചീന ശിലായുഗത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. പരുക്കൻ ശിലാ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. പാലിയോസ് അതായത് പ്രാചീനം, ലിത്തോസ് ശില എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പാലിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത്. പാലിയോസ് എന്ന് പറഞ്ഞാൽ പ്രാചീനം, ലിത്തോസ് എന്ന് പറയുന്നത് ശില. അപ്പോൾ പ്രാചീന ശിലായുഗം അതാണ് പാലിയോലിക് ഏജ്. അതായത് 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഈ പേര് ഉണ്ടായിരുന്നത്. അതിൽ
ആദിമ മനുഷ്യരുടെ ജീവനോപാധികളുമായി ബന്ധമുള്ളതാണ് ഉപകരണങ്ങളുടെ നിർമ്മാണം. അത് ഈ ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ 3 പ്രധാന ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ പുരാവസ്തു ഗവേഷകർ അതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, പ്രയോജനപ്പെടുത്തൽ, അതായത് ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതി. പ്രയോജനപ്പെടുത്തൽ, ലഭ്യമായിട്ട് അവർക്ക് ലഭിക്കുന്ന കല്ലുകൾ അവർ ഒരു രൂപമാറ്റവും സംഭവിക്കാതെ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്ന രീതി. രണ്ടാമത് പറയുന്നത് രൂപമാറ്റം വരുത്തൽ, ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം അവരുടെ ആവശ്യത്തിന് വേണ്ടി ആ രൂപത്തിൽ രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതി. മൂന്നാമത് പറയുന്നത് ക്രമവൽക്കരണം, അത് ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതി. ഇപ്പോൾ ആദ്യം പറഞ്ഞത് പ്രയോജനപ്പെടുത്തൽ, ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതി, രൂപമാറ്റം വരുത്തൽ. രണ്ടാമതെന്ന് പറഞ്ഞത് ലഭ്യമായിട്ടുള്ള കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതി. മൂന്നാമത്തെ പറഞ്ഞത് ക്രമവൽക്കരണം, അത് ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതി. പ്രാചീന ശിലായുഗത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ആദിമ മനുഷ്യർ ഉപയോഗിച്ച വ്യത്യസ്ത ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഓരോന്നിനും സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉരുളൻ കല്ലുപകരണങ്ങൾ, പിന്നെ ദ്വിമുഖ മാതൃശിലാ ഉപകരണങ്ങൾ, കൽച്ചീള് ഉപകരണങ്ങൾ. ആ ചിത്രം നോക്കി നോക്കുക, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇനി പറയാൻ പോകുന്നുണ്ട്. അവിടെ ബോക്സിൽ ശ്രദ്ധിക്കുക, മാതൃശിലകളും കൽച്ചീളുകളും. ഒരു കഷ്ണം കല്ലിനെ 2 അതിലധികമോ കഷ്ണങ്ങളായി പൊട്ടിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ കഷ്ണത്തെ മാതൃശില എന്നും ചെറിയ കഷ്ണങ്ങളെ കൽച്ചീളുകൾ എന്നും വിളിക്കുന്നുണ്ട്. ഒരു വലിയൊരു കല്ലിനെ നമ്മൾ 2 അതിലധികമോ കഷ്ണങ്ങളായിട്ട് പൊട്ടിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ കഷ്ണത്തെ നമ്മൾ മാതൃശില എന്നും അതിൽ ചെറിയ കഷ്ണങ്ങൾ പീസുകളായി മാറിയിട്ടുണ്ടാവും. ആ ചെറിയ കഷ്ണങ്ങളെ കൽച്ചീളുകളും എന്നാണ് വിളിക്കുന്നത്. മാതൃശിലകൾ കൊണ്ട് നിർമ്മിക്കുന്നവയെ മാതൃശിലാ ഉപകരണങ്ങൾ എന്നും കൽച്ചീളുകൾ കൊണ്ട് നിർമ്മിക്കുന്നവയെ നമ്മൾ കൽച്ചീള് ഉപകരണങ്ങൾ എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ മാതൃശിലകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഉപകരണങ്ങളെ മാതൃശിലാ ഉപകരണങ്ങൾ എന്നും കൽച്ചീളുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഉപകരണങ്ങളെ കൽച്ചീള് ഉപകരണങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇനി തൊട്ടപ്പുറത്ത് നമുക്ക് അത് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. വെട്ടിമുറിക്കാൻ ഉപയോഗിക്കുന്ന കല്ലുപകരണങ്ങൾ, പിന്നെ അതുപോലെ ബ്ലേഡ്, സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ശിലാ ഉപകരണങ്ങൾ. ബ്ലേഡ് രീതിയിൽ ചെറിയ കട്ടിയൊക്കെ കുറച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയ ഭാഗങ്ങളാണ് പറയുന്നത്. പ്രാചീന ശിലായുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് പുറമെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും മനുഷ്യർ ഉപയോഗിച്ചിരുന്നു. അസ്ഥികൾ കൊണ്ട് പറഞ്ഞാൽ മൃഗങ്ങളുടെ അസ്ഥികൾ വേട്ടയാടി പിടിച്ചതിന് ശേഷം അവരുടെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രാചീന ശിലായുഗ മനുഷ്യരെന്ന് പറഞ്ഞ് കൂട്ടമായിട്ടാണ് ഇര തേടിയത്. ഒറ്റയ്ക്ക് പോയിരുന്നില്ല. ഒറ്റയ്ക്ക് പോയാൽ എന്താണ്, മൃഗങ്ങളുടെ ആക്രമണം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനെ നേരിടാനോ തടുക്കാനോ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർ കൂട്ടമായിട്ടാണ് ഇരവിനെ തേടിയിരുന്നത്. അതിൽ ഒരാൾ എന്ത് ചെയ്യും, ആ കൂട്ടത്തെ നയിച്ചു പോകുന്നുണ്ട്. പിന്നെ ഇര തേടലിലൊക്കെ സ്ത്രീ പുരുഷന്മാർ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. സ്ത്രീകളും അവരോടൊപ്പം വേട്ടയാടാൻ ഇറങ്ങിയിരുന്നു. പിന്നീട് ഈ വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെയും ചത്ത മൃഗങ്ങളുടെയൊക്കെ മാംസം അവർ ഭക്ഷിച്ചിരുന്നു. അതാണ് അവർക്ക് കൂടുതലായിട്ടും ഭക്ഷണം. അവർ വേട്ടയാടി പിടിച്ച മൃഗങ്ങളെയും ചത്ത മൃഗങ്ങളുടെയും മാംസമൊക്കെ അവർ ഭക്ഷിച്ചിരുന്നു. വേട്ടയാടാൻ വേണ്ടിയിട്ട് ശിലായുധങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്, അതായത് കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ. ഇവയ്ക്ക് പുറമെ പിന്നെ മൃഗങ്ങളുടെ എല്ല്, അതുപോലെ ആനക്കൊമ്പ്, തടിക്കഷ്ണങ്ങൾ എന്നിവയൊക്കെ അവർ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചു. പിന്നീട് മൃഗത്തോല്, മരത്തോല്, അങ്ങനെ അതൊക്കെ അവർ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ തോലുകൾ തുന്നാനുള്ള സൂചികളായിട്ട് മൃഗങ്ങളുടെ എല്ലുകൾ ഉപയോഗിച്ചു. നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിരുന്നു സൂചികളെക്കുറിച്ച് അല്ലേ, ഫസ്റ്റ് ഈ പാഠം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സൂചികൾ എന്ന് പറഞ്ഞത് എന്താണ്, വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ മൃഗങ്ങളുടെ തോലും മരത്തോലും ഒക്കെ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ തോലുകളും ഇതൊക്കെ കൂട്ടി തുന്നി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ സൂചികളായിട്ട് മൃഗങ്ങളുടെ എല്ലുകൾ ഉപയോഗിച്ചിരുന്നു. ഇവിടെ നൽകിയിരിക്കുന്ന ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. ചിത്രത്തിൽ കാണുന്ന ഉപകരണങ്ങൾക്ക് നമുക്ക് പരിചയമായിട്ടുള്ള ഏതെങ്കിലും ഉപകരണങ്ങളുമായിട്ട് സാമ്യമുണ്ടോ എന്നാണ് നോക്കാം. ഫസ്റ്റത്തെ ചിത്രം ഒന്ന് നോക്കുക. ഒരു കുന്തം പോലെയൊക്കെ തോന്നുന്നുണ്ട് അല്ലേ.
അപ്പോൾ അത് മീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഉപകരണവുമായിട്ടൊരു സാമ്യം തോന്നുന്നുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് കുറച്ച് നീണ്ടിട്ട് ഒരു നൂലൊക്കെ ഉള്ളതുപോലെ, അപ്പോൾ അത് നമുക്കൊരു ഏകദേശം ചൂണ്ട പോലെയൊക്കെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. മൂന്നാമത്തത് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നീണ്ടിട്ടുള്ളതാണ്, കുന്തം അല്ലെങ്കിൽ കത്തി പോലെയൊക്കെയാണ് നമുക്കതിന് തോന്നുന്നത്. പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഷോവെ, ഫ്രാൻസിലുള്ള ഷോവെ, പിന്നെ ഫ്രാൻസിലുള്ള ലാസ്കോ, അതുപോലെ ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പം സറൈസ്കിൽ, റഷ്യയിലുള്ള സറൈസ്ക്, അതേപോലെ ഫ്രാൻസിലുള്ള കുസാക് ഗുഹയിലെ കോറിയിട്ട ചിത്രങ്ങൾ, പിന്നെ അതുപോലെ സ്പെയിനിലെ ലാഗർമ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ. ഈ ചിത്രങ്ങളാണ് പറയുന്നത്. പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ചിത്രങ്ങളിൽ നിന്ന് എന്തെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. ലളിതമായിട്ടുള്ള ഒഴുക്കൻ വരകളാണ്, പിന്നെ കോറിയിട്ട ചിത്രങ്ങൾ, അതായത് ഫ്രാൻസിലെ കുസാക്ക് ഗുഹയിലൊക്കെ കോറിയിട്ട ചിത്രങ്ങളാണ്. പിന്നെ അതുപോലെ പ്രാചീന ശിലായുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്നതായിട്ടും ഈ ചിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൃഗങ്ങളുടെ ചിത്രീകരണം, ഷോവെ, ലാസ്കോ ഗുഹകൾ, അത് മൃഗത്തിന്റെയും സ്ത്രീയുടെയും കോറിയിട്ട രൂപം. കുസാക്ക് ഗുഹ എന്ന് പറയുന്നത് വീനസ് പ്രതിമ. സറൈസ്ക്, റഷ്യ എന്നിവ അനുഷ്ഠാനവുമായോ വിശ്വാസവുമായോ ബന്ധമുള്ളതായിട്ടാണ് പുരാവസ്തു ഗവേഷകർ അറിയപ്പെടുന്നത്. അതുപോലെ സ്പെയിനിലെ ലാഗർമ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളുടെ കൊത്തുപണികൾ അന്നത്തെ കാലത്തെ മനുഷ്യരുടെ കലാവൈദഗ്ധ്യത്തിന് തെളിവുകളെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഗുഹാചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വിവിധ തരം നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. ചെടികൾ, മരത്തിൻ്റെ തോല്, കായകൾ എന്നിവയൊക്കെ അരച്ചിട്ട് ചെങ്കൽ പൊടിയും ചേർത്തിട്ടാണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ചെടികൾ, മരത്തിൻ്റെ തോല്, അതുപോലെ കായകൾ എന്നിവയൊക്കെ അരച്ചിട്ട് ചെങ്കൽ പൊടികളും കൂടെ ചേർത്തിട്ടാണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹയുടെ ഉൾഭിത്തികളിലാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത്. സൂര്യപ്രകാശം എത്താത്ത ഗുഹകളിൽ മൃഗത്തിന്റെ കൊഴുപ്പ് ഉപയോഗിച്ചിട്ട് തീ ഉണ്ടാക്കും. എന്നിട്ടാണ് അവിടെ ആ ഉൾഭിത്തികളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നത്. കൽസൂചികളും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇത്തരം ചിത്രങ്ങൾ അവര് വരച്ചിരുന്നത്. കല്ലുകൊണ്ടുള്ള സൂചികളും അതുപോലെ മുനയുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ചിത്രങ്ങൾ അവർ ഗുഹകളിൽ വരച്ചു. ഗുഹകളിലെ മേൽഭിത്തികളിലും ചിത്രങ്ങൾ വരച്ചിരുന്നതായിട്ട് നമുക്ക് ചിത്രങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, നമുക്കത് കാണാൻ കഴിയും. പ്രാചീന മനുഷ്യർ ആർജിച്ച വൈജ്ഞാനിക വികാസത്തിൻ്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെയും തെളിവായിട്ടുള്ള ഇത്തരം ചിത്രങ്ങളും ശില്പങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അവർ നേടിയ അറിവിൻ്റെയും സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങളുടെയും ഒക്കെയാണ് ആ ചിത്രങ്ങളിൽ അവർ വരയ്ക്കുന്നത്. അപ്പോൾ അത്രയും അതൊക്കെ അവർ ആർജിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ചിത്രങ്ങളും ശില്പങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി പ്രാചീന ശിലായുഗ കാലത്തെ ഉപകരണങ്ങൾ, കലകൾ എന്നിവയിൽ നിന്നും മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത് എന്നാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. പ്രാചീന ശിലായുഗത്തിൽ എന്ന് പറയുന്നത് പരുക്കൻ കല്ലുപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. പരുക്കൻ ഉപകരണങ്ങളാണ് പ്രധാനമായിട്ടും ഈ പ്രാചീന ശിലായുഗത്തിൻ്റെ ഏറ്റവും കൂടുതൽ സവിശേഷത എന്ന് പറയുന്നത്. പിന്നെ ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും അവർ താമസിച്ചിരുന്നു. ഗുഹകളിലും അതേപോലെ തുറസായ കുറച്ച് സ്ഥലങ്ങൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് അവർ താമസിച്ചിരുന്നത്. വേട്ടയാടൽ, ശേഖരണം എന്നിവ ആയിരുന്നു ഉപജീവന മാർഗങ്ങൾ. മൃഗങ്ങളെ വേട്ടയാടിയും ഓരോ വസ്തുക്കളും ഇതെല്ലാം ശേഖരിച്ചിട്ടുമാണ് അവർ മുൻപോട്ടുള്ള ജീവിതം നയിച്ചിരുന്നത്. ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങളായിരുന്നു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ബാൻഡുകൾ എന്ന് പറയുന്നത് 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ എന്ന് പറയുന്നത്. രക്തബന്ധമാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത്. 100-ൽ താഴെ അംഗങ്ങൾ ഒരു ചെറു സമൂഹമായിട്ട് ജീവിക്കുന്നത്, കൂട്ടം തേടി
ജീവിക്കുന്നത്. അതിനാണ് നമ്മൾ ബാൻഡുകൾ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ പറ്റങ്ങൾ എന്ന് പറഞ്ഞത്. പിന്നെ പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു. പുരുഷന്മാർ വേട്ടയാടലിലും ഏർപ്പെട്ടു, അതുപോലെ സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടു. ഭക്ഷണം സംഭരിച്ച് വെച്ചിരുന്നില്ല. ഭക്ഷണം സംഭരിച്ച് വെച്ചിരുന്നു, പിന്നീട് അത് കേടാവുകയും ഒക്കെ ചെയ്യുന്ന, സംഭരിച്ച് വെക്കാനുള്ള ഇതില്ല. അപ്പം കിട്ടുന്നത് അപ്പം തന്നെ അവർ ഭക്ഷിക്കുന്നു. പിന്നീട് അത് എടുത്ത് വെക്കാനുമില്ല. ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു മൃഗത്തെയൊക്കെ വേട്ടയാടി തന്നെ എല്ലാവർക്കും ഒരു നേരത്തിനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ശേഖരിച്ച് വെക്കാനും ഉണ്ടാവില്ല, അവർ എടുത്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത്. നാടോടി ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാതെ പല സ്ഥലങ്ങളിലുമാണ് അവർ താമസിച്ചിരുന്നത്. അതായത് സ്ഥിരവാസം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഈ ലോകഭൂപടത്തിൽ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണെന്ന് കൊടുത്തിട്ടുണ്ട്. ലാസ്കോ ഗുഹ, ലാഗർമ ഗുഹ, സറൈസ്ക്, കുസാക് ഗുഹ, അതേപോലെ ഷോവെ ഗുഹ. അപ്പോൾ ഈ ലോകഭൂപടം നിരീക്ഷിച്ചിട്ട് പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് ഒന്ന് രേഖപ്പെടുത്താൻ പറയുന്നുണ്ട്. അതൊരു ചെറിയൊരു പട്ടിക രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഒരു പട്ടിക രൂപത്തിൽ ആ ചോദ്യങ്ങളുടെ ആൻസർ തന്നിരിക്കുന്നത്. പ്രാചീന ശിലായുഗ കേന്ദ്രം ആദ്യം പറയുന്നത് ഷോവെ ഗുഹ. അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് അതിൽ കൂടുതലായിട്ട് കാണുന്നത്. രാജ്യം ഫ്രാൻസ് ആണ് രാജ്യം. പിന്നെ രണ്ടാമെന്ന് പറയുന്നത് ലാസ്കോ ഗുഹ എന്ന് പറയുന്നത്, അത് മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് അതിലും കാണപ്പെടുന്നത്. ഫ്രാൻസിലെ ലാസ്കോ ഗുഹ. പിന്നെ മൂന്നാമത് പറയുന്നത് സറൈസ്ക് ഗുഹ എന്ന് പറയുന്നത്, അത് വീനസ് പ്രതിമയാണ് അതിൽ കാണുന്നത്. അതിൻ്റെ രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ്. പിന്നെ അതിൽ പറഞ്ഞത് കുസാക് ഗുഹ, അത് മൃഗത്തിൻ്റെയും അതേപോലെ സ്ത്രീകളുടെയും കോറിയിട്ട രൂപമാണ് അതിൽ പ്രധാനമായിട്ടും കാണുന്നത്. അത് ഫ്രാൻസിലാണ്. പിന്നെ പറഞ്ഞത് ലാഗർമ ഗുഹ എന്ന് പറയുന്നത് അസ്ഥികളിലെ കൊത്തുപണികൾ, അത് രാജ്യം എന്ന് പറയുന്നത് സ്പെയിനാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ന് പറയുന്നത് നമ്മൾ ശിലായുഗത്തിനെ കുറിച്ച് പറഞ്ഞു. ശിലായുഗത്തിൽ 3 വിഭാഗങ്ങൾ: പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. അതിലും പ്രധാനമായിട്ട് നമ്മൾ പ്രാചീന ശിലായുഗത്തെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മധ്യശിലായുഗത്തിനെ കുറിച്ച് നോക്കാം. ഓക്കെ.